ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പോകാനുള്ള കാരണം സിത്താര പറഞ്ഞില്ലേ? ഓ പറഞ്ഞൊപ്പിച്ചു. എന്റെ സുമിത്രേ, അതും വിശ്വസിച്ച് നിങ്ങളിവിടെ ഇരിക്കുന്നുണ്ടല്ലോ. അല്ല, അങ്ങനെ കൂട്ടുകാരിക്ക് ഒരു അപകടം പറ്റിയതാണെങ്കില് അവൾക്കെന്താ അത് നവീനോട് പറഞ്ഞാല്? എന്താ നമ്മൾ കുടുംബക്കാരോട് പറഞ്ഞാല്? അപ്പൊ അതൊന്നുമല്ല കാര്യം. ആ സിത്താരയുടെയും ആ കൂടെയുള്ള പെണ്ണിന്റെയും മുഖം ശ്രദ്ധിച്ചായിരുന്നോ? അവർക്ക് പോലും മനസ്സിലായിട്ടില്ല ഇവളെന്തിനാ അവിടെ നിന്ന് ഇറങ്ങി ഓടിയെന്ന്. ഇങ്ങനൊരു അഹങ്കാരം പിടിച്ച പെണ്ണ് നമ്മുടെ നവീന് വേണം. ആലോചിക്കാൻ ഇനിയും സമയമുണ്ട്. അതുകൊണ്ടാ ഞാൻ സുമിത്രയോട് പറയുന്നേ. നിർമ്മലെ, നവീനെ അവൾക്ക് ഇഷ്ടമാ. നവീൻ അവളെ. രണ്ടുപേർക്കും ഒന്നിച്ച് ജീവിക്കാൻ ആ ഇഷ്ടം തന്നെ ധാരാളം. അവിടെ നിക്ക്. എനിക്ക് താല്പര്യമില്ല. എന്റെ സുമിത്രേ, ഇതിപ്പോ നവീന്റെ പെണ്ണിന്റെ സ്ഥാനത്ത് എന്റെ കീർത്തിമോളായിരുന്നെങ്കിൽ നമ്മള് പറയുന്നത് വിട്ട് അവൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ചലിക്കോ? ഇല്ല. ഈ ഗാഥ എന്ന് പറയുന്ന പെങ്കൊച്ചെ ഇപ്പോഴല്ലേ നവീനെ കണ്ടത്, ഇപ്പോഴല്ലേ സ്നേഹിച്ചത്. പക്ഷെ ഈ പ്രായം വരെ നവീനെ മാത്രം ചിന്തിച്ചോണ്ട് നടന്നവളാ എന്റെ മകള്. അവളുടെ പിന്നാലെ വേറെ ആളുകൾ നടക്കാഞ്ഞിട്ടോ അവളെ നോക്കാഞ്ഞിട്ടോ അല്ല. ഞാൻ നവീനുള്ളതാണെന്ന് പറഞ്ഞ് അവള് കുഞ്ഞുനാള് തൊട്ട് മനസ്സിൽ ഉറപ്പിച്ച് കാത്തിരുന്നതാ. സത്യത്തിലേ അവളെ ചതിച്ചതിലുള്ള ശിക്ഷയായി കാണുന്നതൊക്കെ. നിർമ്മലെ, ഇത് ഒരുപാട് തവണ പറഞ്ഞതല്ലേ. അമ്മയും നന്ദേട്ടനും നവീനും ഒക്കെ ഇത് തള്ളിക്കളഞ്ഞ കാര്യമല്ലേ. നിർമ്മല ഇനിയെങ്കിലും മാന്യതയുള്ള ഒരു അമ്മയാവാൻ ശ്രമിക്ക്. അല്ലാതെ സ്വന്തം മകൾക്ക് വേണ്ടി ആരുടെയെങ്കിലും പുറകെ ഇങ്ങനെ അലഞ്ഞു നടക്കാതെ. ഞാനേ വേറെ ആരുടെയും പുറകിലല്ല അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നേ. എന്റെ ആങ്ങളുടെ മകന്റെ പുറകെയാ. നവീനെ പ്രസവിച്ച അമ്മയായിരുന്നു നിന്റെ സ്ഥാനത്തെങ്കിലേ ഈ നന്ദികേട് എന്നോട് കാണിക്കില്ലായിരുന്നു. നിർമ്മലെ, നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വിളിച്ച് പറയരുത്. ഞാൻ പറയും. ഈ കുടുംബത്തിന്റെ പാരമ്പര്യം എന്താണെന്ന് നിനക്ക് അറിയാത്തതുകൊണ്ടാ. നീ അവനെ പ്രസവിക്കാത്തതുകൊണ്ടാ. അല്ലെങ്കിലും പേറ്റുനോം അറിയാത്തവൾ എങ്ങനെയാ അമ്മയാവുന്നേ? മിണ്ടിപ്പോവരുത്. പേറ്റുനോവ് അറിയാതെ അമ്മയാവാൻ പറ്റില്ലെന്ന് നിന്നോട് ആരടി പറഞ്ഞത്? അമ്മ എന്ന സങ്കല്പത്തെ പറ്റി നീ എന്താ കരുതി വെച്ചിരിക്കുന്നേ? അസൂയയും കുശുമ്പും സ്വന്തം മകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന നിന്നെ പോലെയാണ് ഒരമ്മ. അതല്ലാതെ അമ്മയാവാം, സ്നേഹത്തിലൂടെ. എന്റെ നവീനെ ഞാൻ പ്രസവിച്ചതല്ല. പക്ഷേ എന്റെ സ്നേഹം കൊണ്ട് ഞാൻ അവനെ എന്റെ സ്വന്തം മോനാക്കിയതാ. വേറെ എന്ത് പറഞ്ഞു വേണമെങ്കിലും നിനക്ക് എന്നെ ആക്ഷേപിക്കാം. പക്ഷേ നവീന്റെ അമ്മയല്ല ഞാനെന്ന് നീ ഇനി ഒരു തവണ കൂടി പറഞ്ഞ നിർമ്മലെ, അത് ഞാൻ ക്ഷമിച്ചു തരില്ല. ഓർമ്മയിരിക്കട്ടെ.